ഹലോ. ജയിൽ കണ്ടന്റ് ആയിരിക്കും മോനെ കണ്ടന്റ് നോക്കിയ പൊള്ളിക്കാൻ പോവാണ് നീ ഗർഭിണിയാ കൂട്ടോ ജയിലില് വന്ന് ഒരു ഉളുപ്പുമില്ലാത്ത രീതിയിൽ ഒരു നിലവാരമില്ലാത്ത രീതിയിലാണ് അക്ബറിൻ്റെ സംസാരം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഐ തിങ്ക് കുറച്ച് കുറവുണ്ടായിരുന്നു അക്ബറിൻ്റെ സംസാരമൊക്കെ. വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഒരു പെങ്കൊച്ചിൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണിത്. ഷാനവാസിൻ്റെ കൂടെ ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാവും എന്നുള്ളത്. ഇവന് ഉളുപ്പുണ്ടോ ഈ ഒരു രീതിയിൽ സംസാരിക്കാൻ? എങ്ങനെ തോന്നുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഷാനവാസ് എന്താ അത്രയും മുട്ടി നിൽക്കുവാണോ അവിടെ? ആണോ അക്ബറെ? കണ്ടിട്ട് നിനക്ക് അങ്ങനെ തോന്നിയോ ഷാനവാസ് ഇങ്ങനെ മുട്ടി നിൽക്കുവാണെന്നുള്ളത്? എടാ, നിന്നെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണെടോ അങ്ങേരും. ശത്രുതയും കോപ്പും എന്തോ ഉണ്ടായിക്കോട്ടെ, അതൊക്കെ ഗെയിം. അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ രണ്ട് ആൾക്കാരാണ്. അതിൻ്റെ അകത്ത് നിൽക്കുന്നത് വരെ ഉള്ളൂ ഈ സംസാരമൊക്കെ. പക്ഷേ നീ ഈ സംസാരിക്കുന്ന സംസാരം ഉണ്ടല്ലോ, അത് ഈ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിനെ എത്രമാത്രം നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് നിനക്കറിയോ? ഇപ്പം നിൻ്റെ കാര്യങ്ങളിൽ നിന്നെയാണ് ഇതുപോലെ ഷാനവാസ് പറഞ്ഞതെങ്കിൽ അത് എത്രമാത്രം നെഗറ്റീവായിട്ട് ബാധിക്കും. ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷേ ഈ ഒരു പറഞ്ഞ കാര്യത്തിനോട് ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഷാനവാസിൻ്റെ ഗെയിം റോങ് ഒക്കെയാണ് ചില സമയങ്ങളിൽ. അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഗെയിമും റോങ് ഒക്കെയാണ്. പക്ഷേ ഇതുപോലെ നിലവാരമില്ലാതെ സംസാരിക്കരുത്. നിലവാരമില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നിലവാരം ഇല്ലാത്ത രീതിയിലാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അക്ബർ സംസാരിക്കുന്നത്. എന്നിട്ട് അതൊക്കെ കേട്ടിരുന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ ചുറ്റുമിരിക്കുന്ന കുറേ എണ്ണങ്ങൾ വേറെ. ഇതൊന്നും ആർക്കും ചോദിക്കുകയും വേണ്ട, പറയുകയും വേണ്ട. അവിടെ മല്ലിയില എടുത്താൽ ചോദിക്കണം. എന്തായിരുന്നു ചെറിയ 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 പ്രശ്നങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് അവിടെ. ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചോദിക്കുകയും വേണ്ട, പറയുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. അല്ലേ? നല്ല ആറ്റിറ്റ്യൂഡാണ് കേട്ടോ, കൊള്ളാം. ഇപ്പം റെനയ്ക്ക് കരഞ്ഞ് നിലവിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ? മുമ്പൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞാൽ അയ്യോ എൻ്റെ ഫാമിലി കാണുന്നതാണേ, എൻ്റെ വീട്ടുകാർ കാണുന്നതാണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചായിരുന്നല്ലോ രണ. ഇപ്പം റെനയ്ക്ക് കരച്ചിലൊന്നുമില്ല. ഒരാളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അയാളെ ഇങ്ങനെ ഈ രീതിയിൽ അപമാനിക്കുന്നതിനോടൊന്നും തലം താഴ്ത്തി കെട്ടുന്നതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല അക്ബറെ. അക്ബറിൻ്റെ വീട്ടുകാർ കുറേ ആൾക്കാരെ സപ്പോർട്ടായിട്ട് ഇപ്പോൾ വരുമായിരിക്കും, വരട്ടെ. അവരോട് എനിക്കിതൊക്കെ പറയാനുള്ളൂ. സ്വന്തം കുടുംബത്തിലെ ആരെങ്കിലും കുറിച്ചാണ് അക്ബർ ഇതുപോലെ പറഞ്ഞതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ശരി എന്നാൽ.